CP രാധാകൃഷ്ണൻ NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായിരിക്കുന്നു. CP രാധാകൃഷ്ണന് പിന്തുണ നൽകും എന്ന് കേന്ദ്രമന്ത്രി ജിതൻ റാം മാഞ്ചി പറഞ്ഞിരിക്കുന്നു. നിലവിൽ മഹാരാഷ്ട്ര ഗവർണറാണ്. BJP അധ്യക്ഷൻ JP നദ്ദയാണ് ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ജാർഖണ്ഡ്, പുതുച്ചേരി, തെലങ്കാന ഗവർണർ പദവികൾ വഹിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് അദ്ദേഹം. തമിഴ്നാട് സ്വദേശിയാണ് CP രാധാകൃഷ്ണൻ. 2 തവണ കോയമ്പത്തൂരിൽ നിന്ന് അദ്ദേഹം ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. RSS പശ്ചാത്തലമുള്ള നേതാവ് കൂടിയാണ് CP രാധാകൃഷ്ണൻ. RSSലൂടെയായിരുന്നു CP രാധാകൃഷ്ണന്റെ രാഷ്ട്രീയ രംഗപ്രവേശനം. വരാനിരിക്കുന്ന തമിഴ്നാട് കേരള തെരഞ്ഞെടുപ്പുകൾ കൂടി പരിഗണിച്ചാണ് NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി CP രാധാകൃഷ്ണനെ തീരുമാനിച്ചിരിക്കുന്നത് എന്നുകൂടി നമുക്ക് വിലയിരുത്താൻ കഴിയും. JP നദ്ദ അല്പം മുൻപാണ് CP രാധാകൃഷ്ണനായിരിക്കും NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി എന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ജാർഖണ്ഡ്, പുതുച്ചേരി, തെലങ്കാന ഗവർണർ പദവികൾ കൂടി വഹിച്ച വ്യക്തിയാണ് CP രാധാകൃഷ്ണൻ. കോയമ്പത്തൂരിൽ നിന്നാണ് 2 തവണ ലോക്സഭയിലേക്ക് CP രാധാകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. RSS പശ്ചാത്തലമുള്ള ആളാണ് CP രാധാകൃഷ്ണൻ. RSSലൂടെയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ രംഗപ്രവേശനം. ഈ വരാനിരിക്കുന്ന തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ഒക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി പരിഗണിക്കാൻ BJP തീരുമാനിച്ചത് എന്നുകൂടി നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം. CP രാധാകൃഷ്ണനായിരിക്കും NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി. JP നദ്ദ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. ബൽറാം നെടുങ്ങാടി ഞങ്ങളുടെ പ്രതിനിധിയുടെ വിവരങ്ങളുമായി. ബൽറാം, അഭ്യൂഹങ്ങൾക്കും ഊഹാപോഹങ്ങൾക്കും ഒക്കെ വിരാമമായിരിക്കുന്നു. CP രാധാകൃഷ്ണൻ NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലവും അദ്ദേഹത്തിന്റെ ഈ പദവിയിലേക്ക് അദ്ദേഹം എത്തുന്നതിന് പിന്നിൽ മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് പരിഗണിക്കപ്പെട്ടിട്ടുള്ളത്? എപ്പോഴാണ് JP നദ്ദ പ്രഖ്യാപനം നടത്തിയത്? വിശദാംശങ്ങൾ എന്തൊക്കെ? BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയുടെ വാർത്താ സമ്മേളനം തുടരുകയാണ്. ഏതാനും നിമിഷം മുമ്പാണ് NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുത്ത് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഈ പേര് പരിഗണിക്കാൻ ഏതാണ്ട് 1 മാസത്തോളം നീണ്ടുനിന്ന ചർച്ചകളിലൂടെയാണ് ഇപ്പോൾ ഈ പേരിലേക്ക് NDA എത്തിയിരിക്കുന്നത്. ഇന്ന് ചേർന്ന BJPയുടെ പാർലമെന്ററി ബോർഡ് യോഗത്തിലാണ് ഈ പേര് അന്തിമ അംഗീകാരം നിലവിൽ മഹാരാഷ്ട്ര ഗവർണറാണ് CP രാധാകൃഷ്ണൻ. ജാർഖണ്ഡ്, പുതുച്ചേരി, തെലങ്കാന ഗവർണർ പദവികൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. കൂടാതെ തമിഴ്നാട് മുൻ BJP മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. RSS പശ്ചാത്തലമുള്ള ഒരു നേതാവാണ്. ജൻസംഘിലൂടെയാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത്. 2 തവണ അദ്ദേഹം ലോക്സഭയിലേക്ക് കോയമ്പത്തൂരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. കൂടാതെ BJPയ്ക്കും RSSുമായി വളരെ അടുപ്പമുള്ള നേതൃത്വവുമായി വളരെ അടുപ്പമുള്ള ഒരു നേതാവാണ്. ഇത്തവണ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയുടെ പരിഗണിക്കുന്ന ഘട്ടത്തിൽ ചർച്ചകളിലെല്ലാം തന്നെ പാർലമെന്ററി പരിചയമുള്ള ഒരു നേതാവായിരിക്കും. ഒപ്പം തന്നെ RSS BJP പശ്ചാത്തലത്തിൽ നിന്നുള്ള ഒരു നേതാവ് തന്നെയായിരിക്കും ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് എത്തുക എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള നേതാക്കളെ പരിഗണിക്കുന്നതായും സജീവമായി പരിഗണിക്കുന്നതായുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇതെല്ലാം ചേരുന്ന ഒരു പേര് തന്നെയാണ് ഈ CP രാധാകൃഷ്ണന്റേത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് കോയമ്പത്തൂരിൽ നിന്നും കേരള തമിഴ്നാട് അതിർത്തിയിലുള്ള ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും 2 തവണ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു നേതാവാണ്. 2 സംസ്ഥാനങ്ങളിലും അദ്ദേഹം സ്വാധീനമുള്ള അറിയപ്പെടുന്ന ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ ഈ 2 സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം നടക്കാനിരിക്കെ ഇതുൾപ്പെടെ പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു പേരിലേക്ക് BJP നേതൃത്വം എത്തിയത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. നേരത്തെ ജഗ്ദീപ് ധങ്കറെ ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കുന്ന പശ്ചാത്തലത്തിൽ തന്നെ ഉത്തർപ്രദേശ്, രാജസ്ഥാൻ തിരഞ്ഞെടുപ്പുകളുടെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു അദ്ദേഹം ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് വന്നത്. സമാനമായി തന്നെയാണ് ദക്ഷിണേന്ത്യയിൽ നിന്നും ഒരു നേതാവ് NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി എത്തുന്നത്. GK. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണൻ ആയിരിക്കും NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി. അല്പം മുൻപ് JP നദ്ദയാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. RSSലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ രംഗപ്രവേശനം. അദ്ദേഹത്തെ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും തെരഞ്ഞെടുപ്പ് കൂടി പരിഗണിച്ചാണ്, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം കൂടി പരിഗണിച്ചാണ് അദ്ദേഹത്തെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരിക്കുന്നത് എന്നാണ് ബൽറാം നെടുങ്ങാടി റിപ്പോർട്ട് ചെയ്യുന്നത് ഡൽഹിയിൽ നിന്ന്.